മലബാറിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന പൊന്നാനി കപ്പൽ നിർമ്മാണശാലയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ 1000 കോടി രൂപയുടെ പദ്ധതി 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുകയാണ് പുരാതന തുറമുഖ നഗരമായ പൊന്നാനിയിൽ കപ്പൽ നിർമ്മാണശാല വരുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി. ഹൈദരാബാദ് ആസ്ഥാനമായ ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിനാണ് ഷിപ്പ്യാർഡ് നിർമ്മിക്കുന്നതിനുള്ള കേരള മാരി ടൈം ബോർഡിന്റെ ടെൻഡർ ലഭിച്ചത്. പൊന്നാനി ബീച്ചിനോട് ചേർന്ന് മാരി ടൈം ബോർഡിന്റെ കൈവശമുള്ള 29 ഏക്കർ ഭൂമി കപ്പൽ നിർമ്മാണശാലയ്ക്കായി വിട്ടു നൽകി. 1000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് കൺസോർഷ്യം ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാവുന്ന കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് MLA P. നന്ദകുമാർ പറഞ്ഞു. ചെറുകിട കപ്പലുകൾ നിർമ്മിക്കുന്ന ഒരു ഇത് ആവശ്യമാണ് എന്ന അടിസ്ഥാനത്തിലും അതിന് സാധ്യത വെച്ചുകൊണ്ട് തന്നെ ആ ടെൻഡർ വിളിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കമ്പനി, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനി, അത് ഏറ്റെടുക്കാൻ തയ്യാറായി ടെൻഡർ എടുത്തു. 10 വർഷം കൊണ്ട് 1000 കോടി നിക്ഷേപിക്കലാണ് ഒരു ഉദ്ദേശം. ആദ്യം ചെറിയ വെസൽസ് ചെറിയ രൂപത്തിലേക്ക് സാധനം ഉണ്ടാക്കി ക്രമേണ വലുതിലേക്ക് പോകുന്ന രൂപത്തിലേക്കാണ് ഒന്നാമത്തെ ഫേസിൽ തന്നെ 200 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് അവരുള്ളത്. ഒരുപാട് പേർക്ക് തൊഴിലവസര സാധ്യതകളും മറ്റൊക്കെ കിട്ടുന്നതാണ്. പൊന്നാനിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള മുഖച്ഛായയ്ക്ക് മാറ്റം വരുന്ന ഒരു വലിയ പദ്ധതിയായിരിക്കും ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപ നിക്ഷേപത്തിൽ ചെറിയ കപ്പലുകളാണ് നിർമ്മിക്കുക. 10 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ വലിയ കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനാകും. ഇതോടെ നേരിട്ടും അല്ലാതെയുമായി 1000-ലേറെ പേർക്ക് തൊഴിലവസരം ലഭിക്കും. കപ്പൽ നിർമ്മാണശാലയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കൺസോർഷ്യത്തിന് 2 ഡോക്കിംഗ് ഡഗ് ഓർഡറുകൾ ലഭിച്ചത് വലിയ ആവേശമായിട്ടുണ്ട്. എന്നാൽ നേരത്തെ തുറമുഖം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട പൊന്നാനിയിൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഈ പദ്ധതിയെങ്കിലും യാഥാർത്ഥ്യമായെങ്കിൽ എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം.